വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. ഹായ്ഡ മക്കളെ, എന്തൊക്കെയുണ്ട്? എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ പുതിയ സ്കൂളായി, പുതിയ ടീച്ചേഴ്സായി, പുതിയ ഫ്രണ്ട്സായി കാണും. അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയർ അടിച്ചു പൊളിച്ച് തന്നെ നിങ്ങളിതാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ബേസിക് സെൻസിലെ ഒരു ചാപ്റ്ററാണ് കാസ്കറ്റ് ഓഫ് ലൈഫ്, ജീവന്റെ ചെപ്പുകൾ എന്ന ചാപ്റ്റർ അല്ലേ. ആ ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം അല്ലേ, എന്താണ് ആ ടോപ്പിക്ക്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജീവികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വലിയ ജീവിയിൽ തുടങ്ങി കുഞ്ഞു കുഞ്ഞു ജീവികൾ അടക്കം നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. ആനയുണ്ട്, ആടുണ്ട്, എന്താ പറയുക, പിന്നെന്തുണ്ട്, അതാ കുതിരയുണ്ട്, കഴുതയുണ്ട്. അങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെയാണ്. ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും വളർത്താൻ വേണ്ടി, പെറ്റിനെ വളർത്താൻ ഇഷ്ടമുള്ള മക്കളുണ്ടായിരിക്കും. ഇപ്പം കിങ്ങിണി പൂച്ച, അതേപോലെ മിന്നുപൂച്ച, മിട്ടുപൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് പൂച്ചേനെ വളർത്തുന്നവരുണ്ട്, നായ്ക്കുട്ടികളെ വളർത്തുന്നവരുണ്ട്, പപ്പിയിലെ ഇതിനൊക്കെ വളർത്തുന്നവരുണ്ട്. അപ്പം എല്ലാവർക്കും എന്താണ് ഇഷ്ടമുള്ളൊരു കേസാണ് ജീവികളെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കട്ടെ, ഈ വലിയ വലിയ ജീവികൾ മാത്രമാണോ നമ്മുടെ ചുറ്റുമുള്ളത്? അല്ലല്ലോ, കുഞ്ഞനായിട്ടുള്ള ജീവികളും ഇല്ലേ. ഇപ്പം ചെറിയ ഉറുമ്പ്, നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ഉറുമ്പുകളുണ്ട് ഇല്ലേ. അതേപോലെ നമ്മൾ ഇടയ്ക്ക് തല ചൊറിയും. എന്താ തല ചൊറിയാനുള്ള കാരണം? പേന അല്ലേ, പേനുകളുണ്ട്. അതേപോലെ കുഞ്ഞു ഹണി ബീസ്, ചെറിയ പ്രാണികളെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട് നമ്മുടെ ചുറ്റും അല്ലേടാ മക്കളെ. അവ ചെറുതും വലുതുമായിട്ടുള്ള ജീവികൾ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കട്ടെ, ഈ കുഞ്ഞു ജീവികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് സൂം ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? ഹാൻഡ് ലെൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. പക്ഷേ ഹാൻഡ് ലെൻസിലും കണ്ടുപിടിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിലും ചെറുതായിട്ടുള്ള ജീവികൾ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമുക്ക് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് കുഞ്ഞിത് ഇതിലും ചെറുതായിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൽ നിന്ന് പറയാം യെസ് ഉണ്ട് എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിതായിട്ട് നമ്മൾ അസുഖങ്ങളും കാര്യങ്ങളും വരുത്തുന്ന കുറച്ച് ആളുകളുണ്ട് ഇല്ലേ. ഏറ്റവും ചെറിയ ജീവി, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ക്രീച്ചർ യു ഹാവ് സീൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറുമ്പ് പറയാം. പക്ഷേ അത് മാത്രമാണോ ഏറ്റവും ചെറിയ ജീവി? അല്ല, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികൾ എന്ന് പറയും. നമുക്ക് അസുഖം വരാറില്ല, ഇടയ്ക്ക് പനി ജലദോഷമൊക്കെ വന്നിട്ട് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ പറയും വൈറൽ ഫീവർ ആണ് എന്ന് പറയും. വൈറൽ ഫീവർ മീൻസ് വൈറസ് പരത്തുന്ന രോഗങ്ങൾ, അതുപോലെ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളുണ്ട്, ഫംഗസ് പരത്തുന്നതുണ്ട്. അങ്ങനെ കുഞ്ഞിതായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത അത്രയും ചെറിയ സൂക്ഷ്മജീവികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപകടകാരികളായിട്ടുള്ളതും ഉപകാരങ്ങൾ ചെയ്യുന്നതുമായിട്ടുള്ള സൂക്ഷ്മജീവികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ സൂക്ഷ്മജീവികളെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ മൈക്രോ ഓർഗാനിസത്തിനെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ മിസ് പറഞ്ഞതുപോലെ അകലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് അല്ലേ. അപ്പൊ അതിന് നമുക്കൊരു എക്സ്പെരിമെന്റ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. എന്താണ് ഇത്? എപ്പോഴും എക്സാമിന് ചോദിക്കും കേട്ടോ. ഈ എക്സ്പെരിമെന്റ് ചോദിക്കും, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്പുകൾ ചോദിക്കും. എങ്ങനെ നമുക്ക് സൂക്ഷ്മജീവികളെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൈക്കോലിനകത്ത് നിന്ന് എങ്ങനെ നമുക്ക് സൂക്ഷ്മജീവികളെ കണ്ടുപിടിക്കാം, എക്സ്പെരിമെന്റ് രൂപകൽപ്പന ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇല്ലസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. അപ്പം അതിന് വേണ്ടത് ഒന്ന് മൈക്രോസ്കോപ്പ്, ഒന്ന് നമ്മുടെ സ്ലൈഡ്, ഒന്ന് നമ്മുടെ കവർ ഗ്ലാസ്, പിന്നെ നമ്മുടെ എന്താണ് വൈക്കോലിലുള്ള വെള്ളം. ഇത്രയും കേസുകളാണ് നമുക്ക് വേണ്ടത്. അപ്പം എന്താണ് ഈ വൈക്കോൽ വെള്ളം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്നറിയോ? അത് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് സെലക്ട് ചെയ്താൽ പോരാ. അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് നിന്ന് വൈക്കോൽ ചീഞ്ഞ ജലം നമുക്ക് ശേഖരിക്കാൻ പറ്റും. ഈ വൈക്കോല എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയുമല്ലോ അല്ലേ. ഈ പാടങ്ങളൊക്കെ ഇല്ലടാ, നെൽപ്പാടം, നമ്മൾ അരിയൊക്കെ കഴിക്കില്ലേ, അത് ഉണ്ടാകുന്ന ഇവിടുന്ന നെല്ലിൽ നിന്നാണ്. ആ നെല്ലിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള സ്റ്റേജാണ് നമ്മൾ വേണ്ടാത്ത സാധനമൊക്കെ കളയുന്നത് പോലെ കളയുന്ന സാധനമാണ് വൈക്കോല. നമ്മൾ ഈ പശുവിനൊക്കെ ഇട്ട് കൊടുക്കും വൈക്കോല. അപ്പോൾ അത് കുറേ കാലം വെച്ച് അതിൽ നിന്ന് അടിഞ്ഞിട്ടുണ്ടാകുന്ന ചീഞ്ഞ വെള്ളമാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടത് കേട്ടോ. കളക്ട് ദ വാട്ടർ ഇൻ ദ ഹീ ഹാസ് ഡിക്കേ ഫ്രം ദ ഹാർവെസ്റ്റിംഗ് ഫീൽഡ് ആൻഡ് തോട്, കുളം തുടങ്ങിയത് വറ്റുന്ന സമയത്തുള്ള വെള്ളം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കളക്ട് ദ റിമൈനിങ് വാട്ടർ ഫ്രം ദ കനാൽ, പോണ്ട് എക്സെട്ര വിച്ച് ഹാസ് സ്റ്റാർട്ടഡ് ഡ്രൈയിങ് അപ്പ്. ഡ്രൈ ചെയ്യുന്ന സമയത്തുള്ളതും വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപിടി വൈക്കോലെടുത്ത് ചെറു കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ ജലം യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കളക്ട് ചെയ്യാനുള്ള ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ മൈക്രോസ്കോപ്പ് എടുക്കുന്നു.
മൈക്രോസ്കോപ്പ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് ഒരു സ്ലൈഡ് വെച്ച് കൊടുക്കണം. അപ്പോൾ സ്ലൈഡ് എടുത്ത് അതിനകത്തോട്ട് കുഞ്ഞതായിട്ടുള്ള ഈ വെള്ളം, വൈക്കോലിൽ നിന്നുള്ള വെള്ളം നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് കവർ ഗ്ലാസ് വെച്ചിട്ടൊന്ന് നമ്മളത് കവർ ചെയ്തു. എന്നിട്ട് നേരെ നമ്മുടെ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നമ്മൾ സൂം ചെയ്ത് നോക്കാൻ പോവാം. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ മൈക്രോസ്കോപ്പ് വലുതായിട്ട് സൂം ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അപ്പം അങ്ങനെ നമ്മൾ ടേക്ക് എ ഡ്രോപ്പ് ഓഫ് ഹേസ് ഓഫ് ദ വാട്ടർ ഓൺ ദ സ്ലൈഡ്, പ്ലേസ് ദ കവർ ഗ്ലാസ് ആൻഡ് ഒബ്സർവ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. വാട്ട് ക്യാൻ യു സീ നൗ എന്നാ ചോദിക്കുന്നത്. എന്താ നിങ്ങൾ കാണുന്നത് എന്നാ ചോദിക്കുന്നത്. എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സൂക്ഷ്മജീവികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇത് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ള രീതിയിൽ എന്താണ് ഇതിന്റെ പേര് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾക്കുള്ള ഉദാഹരണം എഴുതാനും ചോദിക്കാം. അമീബ, പാരമീസിയം, യൂഗ്ലീന എന്നൊക്കെ പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മൈക്രോ ഓർഗാനിസം. സൂക്ഷ്മജീവികൾക്ക് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ ചിലതൊക്കെ എന്താണ് നമുക്ക് ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പടർത്തുന്നതാണ് അല്ലേ. അപ്പോൾ ഇതാ അമീബയ്ക്ക് ഷേപ്പ് ഉണ്ടാവും ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു ഷേപ്പും ഇല്ല, ഷേപ്പിലാണ് വരച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മുടെ അമീബ. അതുപോലെ പാരമീസിയം, യൂഗ്ലീനൊക്കെ ഉണ്ട്. ഇത് പഠിച്ചു വയ്ക്കുക. അപ്പം എങ്ങനെയാണ് സൂക്ഷ്മജീവികൾ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും പഠിച്ചു വയ്ക്കുക. സൂക്ഷ്മജീവികൾക്കുള്ള എക്സാമ്പിളുകളും പഠിച്ചു വയ്ക്കാം. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്ലാസ് 6 നിങ്ങൾ വജ്ര ബാച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ വജ്ര ബാച്ചിനെ പറ്റി മിസ് ഇപ്പോൾ പറയുന്നത്? എന്താ അതിൻ്റെ സ്പെഷ്യാലിറ്റി ചോദിച്ചാൽ, നമ്മൾ യൂട്യൂബിൽ എടുക്കുന്ന ക്ലാസ്സുകൾ ഇപ്പോൾ കോണ്ടന്റ് വൈസ് ആയിക്കോട്ടെ, കോണ്ടന്റ് വീഡിയോ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് ലൈവ് ആയിക്കോട്ടെ, നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നതിന് മിസ്സിനൊരു പരിധി ഉണ്ടല്ലേ. ഒരു സമയത്തിലപ്പുറം മിസ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ വജ്ര ബാച്ചിൽ അങ്ങനെയില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വളരെ കുറച്ച് മക്കളല്ലേ ഉണ്ടാവുക, അത്രയും നന്നായി നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. എക്സ്പീരിയൻസ് നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരും നിങ്ങളുടെ കൂടെ, നിങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം നമ്മുടെ വജ്ര ബാച്ചിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം, യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ഓരോരോ പരീക്ഷ കഴിയുമ്പോഴും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ വെക്കും. നമ്മൾ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളും നിങ്ങൾക്ക് വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങളിത് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് വരുന്നത് 1999 രൂപയാണ് കേട്ടോ. അപ്പോൾ മക്കളെ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. കുറച്ച് സമയം കൂടെ ഉള്ളൂ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഫുൾ മാർക്ക് വാങ്ങിച്ച്, ഫുൾ എ ഗ്രേഡ് വാങ്ങിച്ച് മിടുക്കന്മാരും മിടുക്കികളായി കാണണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെ മിസ്സിന് പറയാനുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ മിസ്സിന് വീണ്ടും നിങ്ങളെ കാണാൻ വേണ്ടി വരാം. അതുവരേക്കും ബൈ, സീ യു.